നമസ്കാരം. മലയാള സിനിമാ മേഖലയെ സംശയത്തിന്റെ നിഴലിലാക്കി വീണ്ടും പീഡന ആരോപണ പ്രവാഹം. മണിയൻപിള്ള രാജു, ബാബുരാജ്, ജയസൂര്യ, ഇടവേള ബാബു എന്നിവർക്കെതിരെയാണ് പ്രധാനമായും നടി മിനു മുനീർ ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. സംവിധായകൻ ശ്രീകുമാർ മേനോൻ, അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ഇവർ പീഡന ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരോപണ വിധേയർ തന്നെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചെന്നാണ് മിനുവിന്റെ വെളിപ്പെടുത്തൽ. 2013 ദുരനുഭവം ഉണ്ടായെന്നാണ് നടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്നതായും ഇവർ പറയുന്നു. സാമൂഹിക മാധ്യമം വഴിയാണ് നടി ആരോപണം വെളിച്ചത്ത് കൊണ്ടുവന്നത്. സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറാൻ നിർബന്ധിതയാവുകയായിരുന്നെന്നും നടി പറയുന്നു. ഇനിയും ആരോപണങ്ങൾ ഉയരും എന്നാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മണിയൻപിള്ള രാജു ദൃശ്യമാധ്യമത്തോട് പ്രതികരിച്ചത്. പരാതികളുടെ നിജസ്ഥിതി അറിയാൻ അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ബാബുരാജും ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. 2013 താൻ മൂന്നാറിലാണ് താമസിച്ചിരുന്നതെന്നും ആലുവയിലെ വീട് ഉപയോഗശൂന്യമായിരുന്നെന്നും നടിയുടെ വെളിപ്പെടുത്തൽ മറ്റെന്തോ ലക്ഷ്യത്തിലാണെന്നുമാണ് ബാബുരാജിന്റെ പ്രതികരണം. നടിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബാബുരാജ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്നിവർ ആരോപണങ്ങളെ തുടർന്ന് ഇതിനകം സ്ഥാനങ്ങൾ രാജിവെച്ചു. നടന്മാരായ മുകേഷ്, റിയാസ് ഖാൻ എന്നിവർക്കെതിരെ ഇന്നലെ നടി രേവതി സമ്പത്ത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സിനിമയിൽ പവർ ഗ്രൂപ്പില്ല, മാഫിയയുമില്ല, ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ മലയാള സിനിമാ മേഖലയെ മൊത്തം സംശയ നിഴലിൽ നിർത്തരുത് തുടങ്ങി ഒരുപിടി കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് 24 മണിക്കൂർ പിന്നിടുന്നതിന് മുൻപാണ് സിദ്ദിഖിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നതും സ്ഥാനം രാജിവെച്ചതും. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അതിനാലാണ് താൻ രാജിവെക്കുന്നതെന്നും രഞ്ജിത്ത് പ്രതികരിച്ചിരുന്നു. ബംഗാളി നടി ശ്രീലേഖ മിത്രയാണ് രഞ്ജിത്തിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ചത്. സിദ്ദിഖ് നടി രേവതി സമ്പത്തിനെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായുള്ള വിവരവും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും മലയാള സിനിമാ മേഖല ആകെ കലങ്ങിമറിഞ്ഞ ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ ആരൊക്കെ പീഡന ആരോപണങ്ങളുമായി രംഗത്ത് വരും എന്ന ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. എംപോർ മലയാളം, കൊച്ചി.